ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. ഒരു ശാന്തമായ സമയം. അപ്പോൾ ഒരു ഗ്രാമവാസി മസ്ജിദിലേക്ക് നടന്നു വന്നു. അവൻ ഒന്നും ചോദിച്ചില്ല, ഒന്നും മനസ്സിലാക്കിയതുമില്ല. അപ്രതീക്ഷിതമായി മസ്ജിദിന്റെ ഒരു മൂലയിലേക്ക് ചെന്നു മൂത്രമൊഴിക്കാൻ തുടങ്ങി. സഹാബികൾ വിങ്ങിപ്പോയി. ഇത് മസ്ജിദാണ്, അള്ളാഹുവിന്റെ വീട് എന്ന് ചിലർ. കോപത്തോടെ എഴുന്നേറ്റു. അവനെ പിടിക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പറഞ്ഞു, അവനെ വിടൂ, അവൻ തുടങ്ങിയത് തീർക്കട്ടെ. എല്ലാവരും നിശബ്ദമായി. ഈ കാരുണ്യം ആരും പ്രതീക്ഷിച്ചില്ല. അവൻ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി അവന്റെ അടുത്തേക്ക് നടന്നു. കോപമില്ല, കഠിന വാക്കില്ല, മൃദുവായി പറഞ്ഞു, മസ്ജിദ് ശുചിത്വത്തിനും ആരാധനയ്ക്കുമുള്ള സ്ഥലമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇത് അനുയോജ്യമല്ല. ആ ഗ്രാമവാസിയുടെ മുഖത്ത് ലജ്ജയും ബഹുമാനവും. അവൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ദയയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് എല്ലാവർക്കും മനസ്സിലായി, ശുദ്ധമാക്കേണ്ടത് മസ്ജിദ് മാത്രമല്ല, മനുഷ്യരുടെ ഹൃദയങ്ങളുമാണ്.